പാലക്കാട് ടൗണിൽ ഒരു വീക്കെൻഡ് രാത്രിയുടെ കാഴ്ച കേട്ടോ. സമയം ഏകദേശം 11 മണിയായി. ഞാനിപ്പോൾ ഉള്ളത് താറേക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് എത്തി കഴിഞ്ഞിട്ടോ. വിക്ടോറിയ കോളേജിൻ്റെ ഒന്ന് വരുന്ന വഴിയിലെ കാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പാലക്കാട് ടൗണിനകത്തുള്ള പ്രധാന 5-6 റോഡുകളുണ്ട്. ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ എന്താ അവസ്ഥ നോക്കട്ടോ. സമയം രാത്രി 11 മണി ആയിട്ടുള്ളൂ. ഓരോ സ്ഥലത്തും വീക്കെൻഡ് എന്ന് പറയുമ്പോൾ രാത്രിയിലൊക്കെ നേരം വെളുക്കുന്ന വരെ എന്താ പറയുക ആളും ജനങ്ങളും കലാപരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ശോകമാണ്. നമ്മളെ തമ്മിലേൽ കൊടുത്ത പോലെ അല്ല, യക്ഷികൾ മാത്രം പുറത്ത് വന്നാലുണ്ടെന്നല്ലാതെ ഇവിടെ ആൾ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ കൂടെ പാലക്കാട് ടൗണിൽ കിട്ടുന്ന 2 റോഡ് മാത്രം 24 മണിക്കൂർ നല്ല ബിസി ആയിരിക്കും. ആ റോഡ് ഏതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് പാലക്കാട് ടൗണിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ആ 2 റോഡ് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് സ്റ്റേഡിയം റോഡിൽ കേട്ടോ. സ്റ്റേഡിയം റോഡിൻ്റെ അവസ്ഥ ഇതാട്ടോ. ഇവിടെയാണ് പാലക്കാട് ടൗണിലുള്ള ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് വരുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരുന്നത്. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ബിസി ആയിരിക്കും. ഭയങ്കര ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓണായിരിക്കും. പക്ഷേ രാത്രി 8 മണി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഏകദേശം തന്നെയാണ്. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ 12 hours 24 hours അല്ല. അപ്പോൾ നേരെ ആ ഒരു എനിക്ക് പോലും കാണിച്ചു കേട്ടോ. ആകെ ഞാനുണ്ട്, ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചങ്ങാതിയുണ്ട്, വേറെ ആരുമില്ല. ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കൂട്ടില്ല. കണ്ടില്ല, ഈ കാണുന്നതാണ് സിഗ്നലിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. ഇത് മനുഷ്യൻ്റെ കൂട്ടില്ല. കണ്ടില്ല, ആരൊക്കെ 3 ആൾ നടന്നിരുന്നു. ഇപ്പോൾ ഞാനുള്ളത് സുൽത്താൻപേട്ട സിഗ്നലിലാട്ടോ. ഇത് GB റോഡിൻ്റെ ഭാഗമാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തെത്തും. ഇതാണ് അവസ്ഥ. 11 മണി ആയിട്ടുള്ളൂ. 11:10. ആരും തന്നെ ഇല്ല. എന്താണ് ടൗണിൻ്റെ അവസ്ഥ അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇനി 24 മണിക്കൂറും കുറച്ച് കടകളോ മെഡിക്കൽ ഷോപ്പോ ചെറിയ കോൾഡ് സ്റ്റോർ പോലെയുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഷോപ്പുകളൊക്കെ തുറന്നിട്ടുള്ള ഒരു സ്ഥലം നോക്കി കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ പരിസരം കേട്ടോ. അപ്പോൾ ടൗണിൽ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും രാത്രി 24 മണിക്കൂർ തുറന്നിരിക്കുന്ന തട്ടുകടയോ ഫുഡോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരെണ്ണം വരണം. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണ്. അതും 24 മണിക്കൂറും കുറച്ചുകൂടെ ബെറ്ററാണ്. ഇവിടുത്തെക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ? കാരണം എല്ലാ ആംബുലൻസും ഇവിടെ കൊണ്ടിട്ട് ഉറങ്ങാം. ആകപ്പാട് കുറച്ച് കടകളുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ. കടകളും ചെറിയ 1-2 ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഫ്രൂട്ട്സ്, ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പരിപാടിയും ഇവിടെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്. അത് ഓക്കെ കേട്ടോ. അത് പൊളി സ്ഥലം. എനിക്ക് പാലക്കാട് ടൗണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഓണം ജഗം ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ KSRTC ജംഗ്ഷൻ. ഇവിടെ ഓക്കെ കേട്ടോ. 24 മണിക്കൂർ നമുക്ക് ഉള്ള ഫുഡ് കിട്ടാനോ അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്യാനോ ഓട്ടോറിക്ഷ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഓക്കെയാണ്. കാരണം ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കേരളത്തിലും കേരളത്തിന് അപ്പുറത്തേക്ക് തമിഴ്നാട്, ബാംഗ്ലൂർക്കെല്ലാം 1 മണിക്കൂറിൻ്റെ അകത്തേക്ക് ഒരുപാട് ബസ്സുകൾ കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നതുകൊണ്ട് ഈ ഒരു സ്ഥലം നല്ല ബിസി ആയിരിക്കും. അപ്പോൾ പാലക്കാട് ടൗണിലേക്ക് വരുന്ന ആളുകൾ ആദ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒലവക്കോട് ജംഗ്ഷനൊക്കെ എത്തിക്കഴിഞ്ഞ് ബസ് ആവശ്യമുണ്ടെങ്കിലൊക്കെ നേരെ KSRTCക്ക് വന്നാൽ മതി. മറ്റു ബസ് സ്റ്റാൻഡുകളൊക്കെ രാത്രി 8-9 മണിയാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ക്ലോസ് ആവും. പിന്നെ മോർണിംഗിലാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പരിസരം മാത്രം 24 മണിക്കൂർ ഓണായതുകൊണ്ട് തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡാണെങ്കിലും ഹോട്ടലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും എല്ലാം ഓക്കെ. ഇവിടെ ഇത് പക്ക സേഫാണ്. 24 hours പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടാവും.
ഇവിടെ നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പഴയൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പെണ്ണ് വേഷം കെട്ടി നടക്കുന്ന രാത്രി കുറച്ച് ആളുകൾ ഇവിടെ. അപ്പോൾ അവരൊക്കെ കുറച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. കുറേ തെറിവിളി കേട്ട് അവസാനം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ആളുകളൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഓക്കെയാണ്, നല്ല ചില്ലാണ്. അതുണ്ട് രാത്രിയിലും നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ലോട്ടറി എടുക്കണമെങ്കിലും ഇവിടെ വന്നാൽ മതി കേട്ടോ. ലോട്ടറി, ഹോട്ടൽ, ജ്യൂസ് എല്ലാ പരിപാടിയുടെ തകൃതിയിലും. നല്ല AC റൂമും നോൺ AC റൂമിനൊക്കെ പറ്റിയ ഹോട്ടലുകളൊക്കെ ഇവിടെ ധാരാളം കിട്ടും. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർ വരുന്നവരുണ്ട്. നല്ല സേഫ് പ്ലേസായിരുന്നു. ഇത് ചെറിയ ഇടവഴിയാണ്, പക്ഷേ യഥാർത്ഥ മെയിൻ റോഡ് വരുന്നത് അതാണ്. ആ റോഡിൻ്റെ പരിസരത്ത് തന്നെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കറങ്ങിയില്ലെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ. അപ്പോൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയില്ല. ഇതാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന ടൗണിൻ്റെ രാത്രി 11 മണിക്ക് ശേഷമുള്ള കാഴ്ച. അപ്പോൾ നിങ്ങളുടെ ജില്ല എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്നിട്ട് വീഡിയോ കാണുമ്പോൾ രാത്രി നൈറ്റ് ലൈഫ്, പ്രത്യേകിച്ച് വീക്കെൻഡ് നൈറ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. ഞാൻ കുറച്ച് കാലം ബഹ്റൈനിലുണ്ടായിരുന്നു. ബഹ്റൈനിലെ വീക്കെൻഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണ്. അപ്പോൾ അത് ജസ്റ്റ് ആ നാട്ടിലേക്ക് വന്നപ്പോൾ പാലക്കാട് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ആ വീക്കെൻഡ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ എന്താക്കി ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് തരാൻ മറക്കണ്ട.